എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. കാരണം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രായമുള്ള ആൾക്കാർ ഇവിടെ ഒരുപാട് പേരുണ്ട്. അവരുടെ വളരെ സന്തോഷത്തോടെ അവരുടെ സ്വന്തം വീട് ആയി തന്നെ കണ്ട്, സ്വന്തം വീടാണ് ആ വീട് എന്ന രീതിയിൽ കണ്ട് എല്ലാവരും പരസ്പര സ്നേഹത്തോടെ, ജാതി മത വർഗ ഭേദമന്യേ പരസ്പര സ്നേഹത്തോടെ, കൂട്ടുകാരെ പോലെ, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പോലെ വളരെ സന്തോഷത്തോടെ പരസ്പര സഹകരിച്ച് സാന്ത്വനിപ്പിച്ച് പോകുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. വാക്കുകൾ കൊണ്ട് നമുക്ക് പലപ്പോഴും പലതും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞാനും വിഹാരാതീതനാണ്. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. നിഷ മേഡത്തിനെ കണ്ടപ്പോൾ, ഞാൻ ഈ ഓഫീസിലേക്ക് കയറിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തത് ഞാനൊരു അമ്പലത്തിലോ പള്ളിയിലോ മറ്റേതോ വിശുദ്ധമായ സ്ഥലത്ത് കയറിയ പ്രതീതിയാണ്. ഒരു സാധാരണ മനുഷ്യന് ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്വന്തം അച്ഛനമ്മമാരായി കണ്ട് അവരെ ശുശ്രൂഷിക്കുകയും അവരുടെ കാര്യങ്ങൾ നോക്കുകയും അവർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച് മുന്നോട്ട് പോകുന്ന രണ്ട് വ്യക്തികളാണ് ജിഷ മേഡവും അനുരാഗ് സാറും. അപ്പം അവര് അങ്ങനെ ഒരു ത്യാഗ മനോഭാവത്തോടു കൂടിയുള്ള ജീവിതം നയിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ ഈശ്വരാധീനമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിമിഷമാണ് എൻ്റെ പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. വാർദ്ധക്യം ഒരു വലിയൊരു കാലഘട്ടമല്ല. ഈ വാർദ്ധക്യ കാലഘട്ടത്തിൽ പരസ്പരം ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാർ സ്നേഹത്തോടെ, സഹകരണത്തോടെ കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് ഇനിയുള്ള കാലഘട്ടം മുന്നോട്ട് പോകണം. മക്കളാ ബെല്ലൂടെ നട്ടിട്ട് വേണേ പോവാന്.